ഹായ്, നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ 6ാമത്തെ ദിവസമാണ് ഇവിടെ ഇന്തോനേഷ്യയിൽ. നാളെ എനിക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ടി വരും. ഇന്നലെ ഞാൻ താമസിച്ചത് ഇവിടെയായിരുന്നു. ഇതൊരു ഹോം സ്റ്റേ ആണ്. ശക്തമായിട്ടുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അവരവർക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളിൽ 1-2 മുറികൾ വൃത്തിയാക്കി ഗസ്റ്റിന് താമസ സൗകര്യത്തിന് കൊടുത്ത് ഒരു വരുമാന മാർഗം ആക്കുകയാണ് ഇവിടുത്തെ പലരും ചെയ്യുന്നത്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണിത്. ഇവിടെ താമസ സൗകര്യമെല്ലാം നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചിലവും കുറവായിരിക്കും. മറ്റു ഹോട്ടലിൽ പോകുന്നത് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇതിനൊക്കെ വളരെ ചിലവ് കുറഞ്ഞപ്പോൾ താമസിക്കാൻ പറ്റും. മിക്കവാറും എല്ലാ ഹോം സ്റ്റേയിലും ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ചാർജാണ് അവരെടുക്കുന്നത്. എങ്കിൽ കൂടി ഇത് താരതമ്യേന വളരെ കുറഞ്ഞൊരു ചാർജ് മാത്രമേ ഇവർ ഈടാക്കുന്നുള്ളൂ. വൃത്തിയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും കാര്യത്തിൽ മറ്റു ഹോട്ടലുകളെ അപേക്ഷിച്ച് ഇത് വളരെ വളരെ നല്ല ഒരു സ്ഥലമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീലിംഗ്. രാവിലെ ആ ഹോം സ്റ്റേയിൽ നിന്ന് ചെക്കൗട്ടായി ഞങ്ങൾ ഇന്ന് പ്ലാൻ ഇട്ടിരിക്കുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് അവിടെ. ബാലിയിലെ തീർത്ഥജലത്തിൻ്റെ പേരിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇന്തോനേഷ്യൻ സന്ദർശനത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡുകൾ മുതൽ ഞാൻ പറയുന്നതാണ്, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. എൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം പരിപൂർണതയിലെത്തിച്ചുകൊണ്ടാണ് നാളെ ഞാൻ ഇവിടുന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ പോകുന്നത്. ഇവിടുത്തെ ഏകദേശം കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിയുന്നത്ര ഗ്രാമീണ ജനങ്ങളുടെ ജീവിത രീതിയും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കാം. നമ്മൾ ആ ക്ഷേത്രത്തിനോട് ഏകദേശം അടുത്തുകൊണ്ടേയിരിക്കുന്നു. 10ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം വിശുദ്ധ ജലത്തിൻ്റെ പേരിലാണ് ഇത് പ്രസിദ്ധമായിരിക്കുന്നത്. ഇത് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു. ബാലനീസ് ഹിന്ദുക്കളുടെ പ്രധാന ക്ഷേത്രങ്ങൾ ഒന്നാണിത്. കാരണം പുണ്യജലത്തിൽ മുങ്ങുന്നത് അവരെ ശുദ്ധീകരിക്കുമെന്നും അവർ കൂടുതൽ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഹൈലൈറ്റ് ചതുരാകൃതിയിലുള്ള വലിയ കുളങ്ങളാണ്. ഈ ചതുരാകൃതിയിലുള്ള കുളങ്ങളിൽ ഒന്നിൽ നിന്നും 365 ദിവസവും 24 മണിക്കൂറും ജലം, തീർത്ഥജലം ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. പക്ഷേ അതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. ആ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ കാണുന്ന പൈപ്പിൽ കൂടെ വരുന്നത്. ഈ വെള്ളമാണ് ഇവിടെ പുണ്യസ്നാനത്തിനും മറ്റും ഉപയോഗിക്കുന്നതും എല്ലാം. ഇതിൻ്റെ ബാക്കി ഭാഗം ഈ കുളത്തിൽ നിന്നുള്ള വെള്ളം ജമ്പ് ചെയ്ത് അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അവിടെ മത്സ്യങ്ങളെ വളർത്തുന്ന രീതികൾ കാണാം. അത് നമുക്ക് പിന്നീട് കാണാം. എന്തായാലും തൽക്കാലം നമുക്ക് ഇതേപ്പറ്റിയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ബാലിയുടെ സംസ്കാര ഹൃദയമായ ഉബൂദിൽ നിന്നും വളരെ അകലെയുള്ള തമ്പക്സ്രിങ് എന്ന പട്ടണത്തിനടുത്തുള്ള മനുകായ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ ക്ഷേത്രാങ്കണത്തിനുള്ളിൽ സരോങ് ധരിക്കേണ്ടതുണ്ട്. ക്ഷേത്ര പരിവേഷണം ചെയ്യുന്നതിനായി നമുക്ക് അത് സൗജന്യമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നു. ഇതൊരു വിശുദ്ധ ആരാധനാലയമാണെങ്കിൽ കൂടിയും ഈ ക്ഷേത്രം വിനോദസഞ്ചാരികളടക്കം ഏവർക്കും തുറന്നിരിക്കുന്നു. കുളിക്കുന്നതിന് പുത്തൻ ഷവർ നൽകുന്നതിനോടൊപ്പം അവിടെ കുളിക്കുന്ന ആളുകളുടെ ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കാൻ ഈ ക്ഷേത്രത്തിന് കഴിയുമെന്നുകൂടി അവർ വിശ്വസിക്കുന്നുണ്ട്. വിശുദ്ധ ജലസ്രോതസ് എന്ന അർത്ഥം വരുന്ന ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലസ്രോതസ്സിൻ്റെ പേരിലാണ്. ഈ നീരുറവ വിവിധ കുളങ്ങൾ മാത്രമല്ല മത്സ്യക്കുളങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെ വരെ പരിപോഷിപ്പിക്കുന്നുണ്ട്. അവസാനം ഈ ജലം എത്തിച്ചേരുന്നത് പകേരിസൻ എന്ന ഒരു നദിയിലേക്കാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മളുടെ തോളും പുറവും കാൽമുട്ടുകളും മറയ്ക്കുന്ന അയഞ്ഞ എളിമയുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നും നിർബന്ധമുണ്ട്. ഹൈലിയ തടാകത്തിൻ്റെ അടിത്തട്ടിൽ വെള്ളത്തിനടിയിലായ ഒരു ഘടനയാണ് ഈ വാട്ടർ ടെമ്പിൾ. സോറോയുടെ ആരാധനാലയമായിരുന്നു ഈ ക്ഷേത്രം ഒരിക്കൽ. അതിൽ അവർ ജലാത്മകളെ ആദരിക്കുമായിരുന്നു. അതിനാൽ ഇത് അതിൻ്റെ സ്വഭാവമനുസരിച്ച് ഒരു ആത്മീയ സ്ഥലമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേരും ഇതിൻ്റെ പ്രസിദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, 24 മണിക്കൂറും ഒരു ജലം, തീർത്ഥം ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്നുണ്ടെന്ന്. അതാണ് ഇത്. ഇവിടെ ഉള്ള കുളങ്ങളെല്ലാം ചതുരാകൃതിയിലാണ്. അതിലൊരു ചതുരാകൃതിയിലുള്ള കുളമാണ് ഇത്. ഈ കുളത്തിൽ നിന്നും 365 ദിവസം ഈ കാണുന്ന രീതിയിൽ കണ്ട വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്നും മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഏത് രീതിയിൽ വരുന്നു എന്നുള്ളതിന് യാതൊരു ഉത്തരവും എനിക്ക് പറയാനില്ല. കാരണം മുകളിലേക്ക് വെള്ളം വരുന്നുണ്ടെങ്കിൽ തന്നെ അത്
കലങ്ങുന്നില്ല, കലക്ക് വെള്ളമാകുന്നില്ല, വളരെ ശുദ്ധിയുള്ള വെള്ളമാണ്. ഈ വെള്ളമാണ് അവരുടെ സ്നാനത്തിന് വേണ്ടി അവിടെ ചെല്ലുന്നതും അതിനുശേഷം ഇവിടെ ഒരു മത്സ്യക്കുളമുണ്ട്, ആ മത്സ്യക്കുളത്തിലേക്ക് പോകുന്നതും ഇത് തന്നെ. അവസാനമായിട്ട് ഇത് നദിയിൽ സംയോജിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഉത്ഭവസ്ഥിതി ഇത് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണം എനിക്ക് തരാൻ പറ്റില്ല. അതൊരു വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് അവിശ്വസിക്കാം. പക്ഷേ ഇതിൻ്റെ ഉത്ഭവ സ്ഥാനത്തെക്കുറിച്ച് ഒരു വിശദീകരണം തരാൻ എൻ്റെ കൂടെ വന്ന ഗൈഡിനോ മറ്റാർക്കോ ആരും തയ്യാറായില്ല. ആർക്കും അതേപ്പറ്റി അറിയത്തില്ല. അതാണ്. ഏതായാലും ഈ സംഭവത്തിന് ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരം തന്നെ ആയിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധിക്കും ഇതിൻ്റെ നിലനിൽപ്പിനും ഇതിൻ്റെ പ്രാധാന്യത്തിനും കാരണമെന്ന് നമുക്ക് വിശ്വസിക്കാം. ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തന്നെ വളരെയധികം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും ശില്പങ്ങളും ഉണ്ട്. അതെല്ലാം ഓരോ കഥകൾ പറയുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാം. ഈ കഥകൾ കൂട്ടി യോജിപ്പിക്കുന്നതാണ് ബാലീസ് ജനതയുടെ വിശ്വാസം, ഹിന്ദു ജനതയുടെ വിശ്വാസം എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതേ രീതിയിലാണ് ഈ ക്ഷേത്ര കോമ്പൗണ്ടുകളിൽ പല വിഗ്രഹങ്ങളും പല ഉപക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നതും വിശദീകരിച്ചിരിക്കുന്നതും ശില്പങ്ങളെ കൊണ്ട്. തമ്പക്സിറിങ്ങിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരം ഈ ക്ഷേത്രത്തിന് തൊട്ട് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥയമ്പൂർ ക്ഷേത്രം, അതായത് ഈ വിശുദ്ധ തീർത്ഥ ക്ഷേത്രം, ഈ ക്ഷേത്രം നമ്മൾ കാണുന്ന ക്ഷേത്രം ഇന്ദ്ര ദൈവത്തിന് വേണ്ടി കൂടി അവർ സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ബാലി ജനത വിശ്വസിക്കുന്നത് ശരീരത്തെയും ആത്മാവിനെയും നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ഈ തീർത്ഥജലത്തിനുള്ള കഴിവിനെയാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ സ്നാനം പൂർത്തീകരിക്കുന്നത്. ഈ കുളത്തിന് തന്നെ 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗത്ത് ചെന്നിട്ട് വൃത്തിയായി നമ്മൾ സ്വയം വൃത്തിയാകുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന രണ്ടാമത്തെ ജലസ്രോതസ്സിന്, അതായത് 30 ജലസ്രോതസ്സുകളുണ്ട്, പൈപ്പുകളുണ്ട്. ആ പൈപ്പിൽ കൂടെയാണ് വെള്ളം വരുന്നത്. നമ്മൾ സ്വയം ശുദ്ധീകരിക്കുന്നത് വരെ ഈ പ്രക്രിയ തുടരും. സമയം എടുക്കുന്തോറും ഇതിൻ്റെ റഷ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു മത്സ്യക്കുളമുണ്ട്. സ്വർണ്ണ മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു മത്സ്യക്കുളമുണ്ട്, അതും ചതുരാകൃതിയിൽ തന്നെ. ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്ന എല്ലാ തീർത്ഥാടകരും, എല്ലാ വിസിറ്റേഴ്സും, എല്ലാ വിനോദസഞ്ചാരികളും ആയിക്കോട്ടെ, ആര് തന്നെ വന്നാലും അവർ ഈ ഭാഗവും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ടേ പോവുകയുള്ളൂ. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് മത്സ്യങ്ങൾക്ക് കൊടുക്കാനുള്ള തീറ്റകൾ നമുക്ക് വാങ്ങിച്ച് നമുക്ക് ഇഷ്ടാനുസരണം അതിന് കൊടുക്കുകയും ചെയ്യാം. ഇവിടെയും ഉണ്ടായിരുന്നു നല്ല തിരക്കും വിസിറ്റേഴ്സും ഒക്കെ ഇവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തേക്ക് വരുന്ന വെള്ളവും മറ്റ് കുളി കഴിഞ്ഞ് ശേഷം വരുന്ന വെള്ളം എൻ്റെ പൈപ്പ് ഈ കുളത്തിലേക്കും ഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വെള്ളം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ മത്സ്യത്തിന് കൊടുക്കാനുള്ള തീറ്റകളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ആവശ്യമുള്ളത് വെച്ച് വാങ്ങിച്ച് നമുക്കിതിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനൊരു ഷോറൂം തന്നെയുണ്ട്. പല രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. പിന്നെ നമുക്കും കഴിക്കാനുള്ള എന്തെങ്കിലും വേണമെങ്കിൽ അതും കിട്ടും. മനുഷ്യർക്ക് മാത്രമല്ല, മനുഷ്യർക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബാലി സന്ദർശനം കൊണ്ട് എനിക്ക് ഒരു കാര്യം പൊതുവായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്ഷേത്രമെന്നല്ല, അല്ല കൃഷിസ്ഥലമെന്നല്ല, മറ്റ് എവിടെ വേണമെങ്കിലും ഒരു സ്പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വിനോദസഞ്ചാരികളുടെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും അവിടെ ചെയ്തിരിക്കും. അതിൽ നിന്നുള്ളൊരു വരുമാനം അവർ കണ്ടുകിട്ടിയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ, ബാലിയുടെ ഏത് മേഖലയിൽ ചെന്നാലും, ഏതൊരു സംഭവത്തിൽ ചെന്നാലും ശരിയാണ്, വിസിറ്റേഴ്സിന് അല്ല വിനോദസഞ്ചാരികൾക്ക്, ആ രാജ്യം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് മുഷിച്ചിലുണ്ടാകാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് രാജ്യത്തിൻ്റെ ഒരു കടമയായിട്ടാണ് തോന്നുന്നത്. വിശ്വാസികളാണെങ്കിൽ ആചാരങ്ങൾ എത്ര വേണേൽ കിട്ടും, എത്ര വേണേൽ ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരാചാരത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ല. വിശ്വാസികൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വിശ്വസിക്കാം. ഇത് ഇവിടെ എത്തിയിരിക്കുന്ന ഫോറിനേഴ്സാണ്, മറ്റു രാജ്യങ്ങളിലെത്തിയവരാണ് ഈ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ. അടുത്ത എപ്പിസോഡ് കാണാം.